ക്വാളിറ്റി ഉണ്ടായി. ആ ക്വാളിറ്റിയിൽ നിന്ന് ക്ലാരിറ്റി ലൈറ്റ് നോളജ് എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ടായി. അതിൽ നിന്നും ഒരു ഡ്രൈവ് ഉണ്ടായി മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ മൂവ്മെൻറ്റും ഉണ്ടായി. ആ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് കാര്യങ്ങൾ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇങ്ങനെ എടുത്താൽ മതി, നമ്മുടെ ആറ്റംസിൻ്റെ ഒരു സ്റ്റേറ്റിൽ വളരെ ഹൈലി ഡൈനാമിക് ആയിരിക്കുന്ന ഒരു സാധനത്തിന് ഇമ്മൊബൈലായ സ്റ്റാറ്റിക് സബ്ജക്റ്റായിട്ട് ഒരു സംഭവമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒന്നും അനങ്ങുന്നില്ല, എല്ലാം സ്റ്റാറ്റിക്കാണ്. പക്ഷേ എല്ലാം അനങ്ങിക്കൊണ്ടിരിക്കും. അതിദ്രുതമാണ്, ഭയങ്കര വെലോസിറ്റിയിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് താമസം എന്ന് പറയുന്നത്. അത് അങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ആയിരിക്കുന്നതായിട്ട് തോന്നിക്കും. എന്നാൽ ഇതിനകത്ത് ഇത് മൂവ് ചെയ്യാനുള്ള ഡ്രൈവുണ്ട്, ആ മൂവ്മെൻറ്റും ഉണ്ട്. ആ മൂവ്മെൻ്റ് ആകാനുള്ള ഇൻസ്പിറേഷനും എങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ള നോളജും എന്നത്. ഈ മൂന്ന് കാര്യങ്ങളെ അവരുടെ ഭാഷയിൽ, ഈ വേദാന്തിക് ഭാഷയിൽ അവർ പറഞ്ഞു സത്വ, രജസ് ആൻഡ് തമസ്. സത്വ ഈസ് ക്ലാരിറ്റി, ലൈറ്റ് ആൻഡ് നോളജ്. നോളജ് വേണമല്ലോ മൂവ്മെൻറ്റിന്, അതിൻ്റെ ക്ലാരിറ്റിയും വേണം, അല്ലെങ്കിൽ നമ്മൾ മൂവ്മെൻറ്റ് ശരിയാവില്ല. അതുകൊണ്ട് ഏതോ ഈ പ്രപഞ്ചത്തിൻ്റെ മൂവ്മെൻറ്റ് ആദ്യ ചലനം ഉണ്ടാകുന്ന സമയത്ത് അതിനെയാണ് ഈ സത്വ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ നോളജും പിന്നെ അതിൻ്റെ ഫലമായിട്ട് സാധനം മൂവ് ചെയ്യാൻ തുടങ്ങി. എന്തോ സാധനം, സബ്-അറ്റോമിക് പാർട്ടിക്കിളോ ഫ്രീ ഇലക്ട്രോണോ പ്രോട്ടോണോ വോട്ടവർ, അത് മൂവ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഈ തമ്മിൽ അട്രാക്ട് ചെയ്യുക, എന്തെങ്കിലും ഒരു ചെയിൻ ഉണ്ടാക്കി അതിനകത്ത് പെടുകയും ഒക്കെ ചെയ്തിട്ട് ഒരു മാറ്ററിൻ്റെ ബേസിക് പാർട്ടിക്കിളായിട്ട് മാറി. പിന്നെ അത് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് പിന്നെ മോളിക്യൂൾസായി, അതായി കമ്പൗണ്ടായി ഒക്കെ ആയി. അപ്പോഴത്തേക്ക് ഇത് സ്റ്റാറ്റിക് ആയതായി തോന്നി. സ്റ്റാറ്റിക് അല്ല ആയിട്ട് തോന്നി. ഇങ്ങനെ ഈ മൂന്ന് ക്വാളിറ്റിയും എല്ലാത്തിനകത്തും ഇരിക്കും വേദിക് സയൻസിൽ. നമ്മുടെ ശരീരം മുഴുവൻ ഈ മൂന്ന് ക്വാളിറ്റിയെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഈ ക്ലാരിറ്റി, ലൈറ്റ്, നോളജ് പറഞ്ഞില്ലേ മൂന്നെണ്ണം, സത്വ, രജസ്, തമസുകൾ, അതിൽ നിന്ന് എലമെൻറ്റ്സ് ഉണ്ടായി എന്നാണ് വേദിക് സയൻസ്. എലമെൻറ്റ്സ് ഉണ്ടാകും. എലമെൻറ്റ്സ് ആദ്യം ഉണ്ടായ എലമെൻറ്റ് ഈതർ എന്ന് പറഞ്ഞ എലമെൻറ്റാണ്. ഈതർ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇല്ല എന്നാണ് നമ്മൾ സയൻസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ എവിടെയോ വായിച്ചു ഈതർ എന്ന് പറഞ്ഞത് റെക്കഗ്നൈസ് ചെയ്തു. ശരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് അത്ര ഡീപ്പായിട്ട് പോയിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള അങ്ങനെ ഒരു എലമെൻ്റ് ഇല്ല. 4 എലമെൻറ്റേ ഉള്ളൂ. നമുക്ക് ഇന്ത്യയിൽ 5 എലമെൻറ്റ്. അത് ഈ എലമെൻറ്റ് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ആറ്റത്തിനിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് പോലെ സാധനങ്ങൾ വേണം. ആ ബേസിക് സ്പേസ് അവിടെ വല്ലതുകൊണ്ട് ഈ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ആ സ്പേസിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് ഈ ഈതർ കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ഈതർ എന്ന് പറഞ്ഞാൽ ആ ബേസാണ്. ആ ബേസ് അവിടെ കിടപ്പുണ്ട്, അത് മൂവ് ചെയ്യുന്നില്ല, അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് കിടക്കുക. വിത്ത് റെസ്പെക്ട് ടു ദ മൂവ്മെൻറ്റ് യു ക്യാൻ ഡിറ്റക്ട് ദ ബേസ്. അതുകൊണ്ടാണ് ഇവരതിനെ ഈതർ എന്ന് പറയുന്നത്. ഇനി ആ ഈതറിനകത്തുണ്ടാകുന്ന ഇൻസ്പിറേഷൻ ടു മൂവ് അല്ല, ഈതറിനകത്തുണ്ടാകുന്ന എക്സ്പാൻഷനും മൂവ്മെൻറ്റും. ഇതിനകത്ത് എന്തോ ഒരു കാര്യം എങ്ങനെ ഉണ്ടായി, എന്തോ ഒരു ഇൻ്റലിജൻസ്, എന്തോ ഒരു സാധനം, ഒരു ഫ്രീ ഇലക്ട്രോണോ പ്രോട്ടോണോ എല്ലാം ഉണ്ടാക്കി അത് തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടായി. അപ്പോൾ അതിലേക്ക് അത് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം ഇവിടെ ഇരിക്കുന്നു, വേറൊരു കാര്യം അടുത്തിരിക്കുന്നു. ഇവർ തമ്മിൽ എന്തോ ഒരു എന്നുവെച്ചാൽ ഒറിജിനലിൽ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തോ കാരണവശാൽ ഇവർക്ക് ഒരു കണക്ഷൻ ഒരുപാട് കാര്യങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ അത് എൻറ്റാങ്കിൾ ചെയ്തിട്ട് അത് മൂവ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ പാർട്ടിക്കിളിൻ്റെ ലെവലിലോട്ട് അത് കയറി വന്നു. അത് കുറച്ചുകൂടെ ഹയർ പാർട്ടിക്കിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് പോലൊക്കെ ആയി മാറി. ഇങ്ങനെയുള്ള രണ്ടാമത്തെ സ്റ്റേറ്റിനെയാണ് നമ്മൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന, അതിനെ നമ്മൾ എയർ എന്ന് പറയുന്നത്. എയറിൻ്റെ രീതി മൂവ്മെൻറ്റ്. എയർ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അതിന് ഈ എയറൊന്നും അല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് ഒറിജിനെ കുറിച്ച് പറയുമ്പോഴാണ് സാംഖ്യ ഫിലോസഫി ഇത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനടുത്ത് വെച്ചിട്ട് നമ്മൾ ഗ്രോസ് മൂവ്മെൻറ്റിനെ ആയിട്ട് തട്ടിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വളരെ സബ്റ്റിലായിട്ടുള്ള തുടക്കത്തിലെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതങ്ങനെ മനസ്സിലാകത്തില്ല ഇതെന്താണ്. പക്ഷേ ഈ ബേസിക് മൂവ്മെൻ്റ് ഉണ്ട്, ഇൻസ്പിറേഷൻ ടു മൂവ് ആൻഡ് മൂവ്മെൻറ്റ്, ഇത് രണ്ടും. ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെയോ ഒരു ഹിഡൻ ഇൻസ്പിറേഷനോ ഒരു നോളജോ അതിനകത്തുണ്ടാവും. അതായത് മൂവ് ചെയ്യാം, എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത്. ഇത് രണ്ടും കൂടി ചേർന്നതിനാണ് എയർ എന്ന് പറയുന്നത്.
ആ മൂവ്മെൻ്റ് അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, മൂവ്മെൻ്റ് ആൻഡ് എക്സ്പാൻഷൻ, അതിന് എയർ എലമെൻ്റ് എന്ന് പറയും. ഈ ആസ് എ റിസൾട്ട് ഓഫ് ദ മൂവ്മെൻറ്റ് അവിടെ ഇപ്പം അത് പ്രൂവ് ചെയ്യാൻ പ്രയാസമാണ്. കാരണം ഇപ്പം ഒരു പാർട്ടിക്കിൾസ് അല്ലേ ഇത്, ഫ്രീ പാർട്ടിക്കിൾസ് അവിടെ കിടന്നിട്ട് അത് മൂവ് ചെയ്യാം. അത് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ അവിടെ ഹീറ്റിന് വലിയ വ്യത്യാസം വരാനായിട്ട് സാധ്യത ശാസ്ത്രത്തിൽ നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പം മൂവ്മെൻ്റ് ആയതുകൊണ്ട് ഇവർ ഡെറൈവ് ചെയ്തു ഈ മൂവ്മെൻറ്റിനകത്ത് ഒരു എനർജി കോൺസെൻട്രേഷൻ, ഒരു ചെറിയ പാക്കിൽ എനർജി കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് അവിടെ ഹീറ്റുണ്ട് എന്ന് വരണം. ഹീറ്റ്, ഫയർ, ലൈറ്റ്, ഇതെല്ലാം അതിനകത്തുണ്ട് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇതിനാണ് നമ്മൾ ഫയർ എലമെൻ്റ് എന്ന് പറയുന്നത്. സട്ടിലായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഇതിൻ്റെ ആസ് എ റിസൾട്ട് ആ ഒരു ഹീറ്റ് പോലൊരു സിസ്റ്റം അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഇത് റിലീസ് ചെയ്യുകയോ കമ്പൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയ ഒരു കണ്ടീഷൻ നന്നായിട്ടാണ് അവർ കണ്ടത്. ചൂടാക്കി നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് പോലെ ആ ഹീറ്റിൻ്റെ ബേസിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ആദ്യം ലൂസായിട്ടാണ് പാക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് ഇവിടെ 2-3 പാർട്ടിക്കിൾസ് ഒക്കെ ഇറങ്ങി അത് തമ്മിൽ ചേർന്നു. അപ്പോൾ അതൊരു ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ടായി എന്നാണ് അവർ കണ്ടത്. ലൂസ്ലി പാക്ഡ് മാറ്റർ ഉണ്ടായി, ലിക്വിഡ് സ്റ്റേറ്റ്. ഇതിനെ വാട്ടർ എന്ന് പറയും. പിന്നെ ഇത് കുറേ കൂടെ കോമ്പാക്റ്റായിട്ട് തിക്ലി പാക്ഡ് ആയി കഴിഞ്ഞപ്പോൾ അതിനെ സോളിഡ് സ്റ്റേറ്റ്, അതിനെ എർത്തെന്ന് ഇങ്ങനെയാണ് പറയുന്നത്. ഇയാളുടെ ചോദ്യം എന്താണെന്ന് ഇപ്പോൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ഈ എർത്ത് എലമെൻ്റ് ആണ്. ഈ എർത്ത് എലമെൻ്റ് നമ്മുടെ ശരീരത്തിൽ, മനുഷ്യ ശരീരം ആയിക്കഴിഞ്ഞിട്ട് എത്രയോ മില്യൺസ് കഴിഞ്ഞ് നമ്മൾ എർത്ത് എലമെൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ബോഡിയെ നിലനിർത്തുന്നത് ഫുഡ് കൊണ്ടാണ്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് ഇല്ലാതെ ശരീരത്തിന് നിൽക്കാൻ പറ്റില്ല, ചത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഫുഡ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ബേസിക് സാധനമായിട്ട്. അതുകൊണ്ട് നമുക്ക് ബേസിക് ഡ്രൈവ് ഉണ്ട്. ഈ നിൽക്കണമല്ലോ, ശരീരം നിലനിന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡിനോടൊരു ബേസിക് അഫിനിറ്റി വേണം, നിലനിൽപ്പിൻ്റെ ഒരു ബേസിക് അറ്റാച്ച്മെൻറ്റ് അഫിനിറ്റി വേണം. ഇല്ലായിരിക്കാൻ ഒക്കത്തില്ല, നിലനിൽപ്പിൻ്റെ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ പിടിച്ച് തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇത്ര ആഹാരം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ് 5 ദിവസത്തേക്ക് ഒന്നും സാധനം കടയിൽ കിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ ഒരു ബോംബ് വീണിട്ടുണ്ട്, ഒരു 5 ദിവസത്തേക്കോ 10 ദിവസത്തേക്കോ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ കടയിലിട്ട് ഓടില്ലേ? ഇത് ഉടനെ ഓടും. ഇതാണ് സൈക്കോളജിക്കൽ ലെവലിൽ ഇത് വർക്ക് ചെയ്യുന്നത്. എല്ലാം ഉണ്ട്, പക്ഷേ എന്നാൽ ആൻസൈറ്റി വരികയാണ്. എന്ത് ചെയ്യും, നാളെ കുട്ടികൾ എന്ത് കൊടുക്കും, എന്ത് ചെയ്യും, നാളത്തേക്കുണ്ടോ ഇല്ല, എല്ലാം ഉണ്ട്. 10 ദിവസമൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ ഇൻസെക്യൂരിറ്റി വരും. അപ്പോൾ ഫുഡിനെ കുറിച്ച് ചിന്തിച്ച് വരുമ്പോൾ ഇല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി വരും. അതുപോലെ തന്നെയാണ് ഇൻസെക്യൂരിറ്റിയെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഷെൽട്ടർ വേണമെന്ന് തോന്നുന്നു. സെക്യൂരിറ്റി വേണമല്ലോ, എവിടെ ഇരിക്കും ആരും കള്ളന്മാർ വന്ന് കയറി ആക്രമിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇപ്പോൾ മൊസ്കിറ്റോ തന്നെ വരാതിരിക്കാൻ നമ്മൾ നെറ്റിടും, നമുക്ക് ഉപദ്രവമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് സെക്യൂരിറ്റി അഫേം ചെയ്ത് ഉറപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ സൈക്കോളജിക്കലായിട്ട്. അത് ചെറിയ കാര്യത്തിൽ തുടങ്ങി എല്ലാ കാര്യത്തിലും സ്പ്രെഡ് ചെയ്ത് നിൽക്കും. ഒരു കൊച്ചു കാര്യമായിട്ട് നിൽക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുകയിൽ ഈ പറയുന്ന ഇൻസെക്യൂരിറ്റിയും സ്റ്റബേൺനെസ്സും ജനറസ് ആകാൻ നമ്മൾ സമ്മതിക്കാത്തൊരു സ്ഥലവും ഒക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇതെല്ലാം എടുത്ത് കൊടുത്താൽ എന്ത് ചെയ്യും? നമ്മൾ പഠിപ്പിച്ചിരിക്കുക. ഇപ്പോൾ എന്തിനാ എല്ലാം കൂടെ വാരി കൊടുക്കും? നമുക്കുണ്ടോ? അത് നോക്കിയിട്ട് കൊടുത്താൽ പോരെ. നോർമലായിട്ടുള്ള ടീച്ചിങ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അങ്ങനെ തന്നെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഫുഡ് വർക്ക് ചെയ്യുന്നത്. അതിനെ തുടർന്ന് ഒരുപാട് ആൻസൈറ്റി, ഫിയർ, ഫ്രസ്ട്രേഷൻ ഒക്കെ, ഇൻസെക്യൂരിറ്റി, ജലസ്. നമ്മളൊക്കെ ഇല്ല, അടുത്തവൻ കിട്ടി. നമ്മളും പോവുകയാണ് ബാഗ് എടുത്തോണ്ട് വാർ ടൈമിൽ ഫുഡ് വാങ്ങിക്കാൻ, നമുക്ക് കിട്ടുന്നില്ല, ബാക്കിയുള്ളവർ കിട്ടി. അതും തന്നെയാണ് കിട്ടി. അതിനകത്തും ഒരു സാധനം വർക്ക് ചെയ്യുക, ജലസ്. ഇതൊക്കെ കുറേ നെഗറ്റീവ് ലെവൽ. എന്നാൽ അതിൻ്റെ പോസിറ്റീവ് ലെവൽ നമുക്ക് ജനറസ് ആയിരിക്കുകയും ചെയ്യാം. ഏതായാലും ഇന്നത്തെ കാര്യം, നാളെ ആൾക്കറിയാം നമ്മൾ ജീവിച്ചിരിക്കുന്നതല്ല, ഇതെല്ലാം കൂടെ വാങ്ങി അവർക്ക് കൊടുക്കുക, അവർ കഴിക്കട്ടെ, 2 പിള്ളേർ കിടക്കട്ടെ, അവർ കഴിക്കട്ടെ എന്ന് പറയണമെങ്കിൽ ഒരു ബേസിക് ഡെവലപ്മെൻറ്റ്, ഈ അറിവിൽ ബേസിക്കായിട്ടുള്ള ഒരു ഉറപ്പ്. ഫുഡ് ഞാനും നിങ്ങളും അല്ല ഉണ്ടാക്കുന്നത്, പ്രകൃതിയാണ് ഉണ്ടാക്കിയത്.
അതുകൊണ്ട് പ്രകൃതി എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ നിയമം ഇപ്പോൾ വർക്കാകുന്നില്ല. പണമുള്ളവൻ കൂട്ടുണ്ടാകും, പണമില്ലാത്തവൻ പട്ടിണിയാണ്. നിയമം മാറി. പക്ഷേ ഈ പ്രകൃതി ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതിന് നമ്മുടെ പറമ്പിലുണ്ടായതുകൊണ്ട് നമ്മുടേതായി മാറുകയും ഇനി അത് നമ്മൾ വിട്ടു കൊടുക്കാൻ തയ്യാറില്ലാതെ രീതിയിലൊക്കെ ചെയ്യും. ഇങ്ങനെ കോംപ്ലക്സ് സിറ്റുവേഷൻ സൈക്കോളജിക്കലായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യും ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതിനകത്ത് കുറേ നെഗറ്റീവ് ആസ്പെക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ കുറേ പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ജനറസ് ആകാൻ പറ്റും. ഇതിനാണ് ഏതൊരു കുഞ്ഞും കിടന്ന് കരയുന്ന കാണുമ്പോൾ എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നിക്കില്ല. നമ്മൾ കഴിച്ചാലും ഇല്ലെങ്കിലും വേണ്ട എന്തെങ്കിലും കൊടുക്കാമെന്ന് തോന്നിക്കില്ല. ആ ഒരു പോസിബിലിറ്റി അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഒരു വലിയ ഹയർ ലെവലും ഉണ്ട്, അതിൻ്റെ നെഗറ്റീവ് ലെവലും ഉണ്ട്. ഈ രണ്ട് ലെവലിനിടയ്ക്കാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ പണിതിട്ടിരിക്കുന്നത്, ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അവിടെ നിന്നാണ് ഈ കാര്യത്തിലേക്ക് ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് വിശക്കുമല്ലോ, വയറ്റിൽ ആഹാരം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആസിഡൊക്കെ കൂടെ അതിനകത്ത് ബോർ ചെയ്യുന്നത് വയറ് കൊള്ളാൻ നന്നായിട്ട് വയറ് കൊള്ളാം. അതിപ്പോൾ നമ്മൾ അനുഭവിച്ച് കാണത്തില്ല. പക്ഷേ എവിടെയെങ്കിലും ചെന്ന് പൊട്ടിട്ട് അനുഭവിച്ചാൽ നല്ല വേദന വരും. വയറ് വേദന തന്നെ വരും, വയറൊക്കെ വരും, വയറ് വേദന വരും. അല്ല, കഴിക്കാതിരുന്നാൽ ഭയങ്കര തീവ്രത വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പം അങ്ങനെയും ആവാം, അങ്ങനെയും വരാം, ചിലപ്പോൾ അങ്ങനെയും വരാം. രാത്രി നമ്മൾ കഴിക്കാതെ കിടന്നാൽ നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾ ഒരുപാട് ഡൗൺ ആവും. ഹാർട്ട് ബീറ്റും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ഒരു ഇതേ കാണും. ജസ്റ്റ് ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതേ കാണും. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഒരു ഇതാണ് 4 മണിക്കൂർ ഒരേപോലെ അങ്ങ് പോകും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണത്. എന്നാലും തീരെ ഫുഡ് കിട്ടത്തില്ല എന്ന് വന്നാൽ ചിലപ്പോൾ ഉറക്കം വരത്തില്ല. അല്ല, ഈ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. അല്ല, പറഞ്ഞു കാണും, എനിക്കത് പക്ഷേ ഇവിടെ കിട്ടുന്നില്ല. അതായത് ഈ ഫുഡ് നമ്മുടെ തോട്ട്സിനെ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ പൊസിഷനിലുള്ള നമ്മുടെ തോട്ട്സിനെ, അതിലെ നന്മയും തിന്മയും കൺട്രോൾ ചെയ്യാൻ ഈ ഫുഡിനാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇന്നത്തെ അവിടത്തേലും വന്നിട്ടുണ്ട്. ആ, അതാണ് ചോദ്യം. അതാണ് ചോദ്യം. ബാക്കി ഇതല്ല, ചോദ്യം വേറെയാ. ആ, അപ്പോൾ അതിലേക്ക് ഉള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ സെറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് കൂടെ അറിഞ്ഞിട്ട് വേണ്ട അതിലേക്ക് പോകാനാണ്. റിസർച്ച് നടത്താനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളറിയാതെ അയാളുടെ തലയുടെ അടിയിൽ ഒരു മാഗ്നറ്റ് ഉപയോഗിക്കണം, കാന്തം. എന്നിട്ട് ഇയാൾ അറിയാതെ ഉറങ്ങുമ്പോൾ എന്ത് മാറ്റം വരുന്നുണ്ടെന്ന് കഴിയട്ടെ. അപ്പോൾ അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഇത് തീർത്തിട്ട് നമുക്ക് ഇറങ്ങാം.